നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്നത് വളരെ കുറച്ച് പെർസെൻറ്റേജ് ആൾക്കാർ ജയിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക, അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിപ്പോൾ ഏത് വിഷയത്തിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ജയിക്കാം, ചിലപ്പോൾ തോക്കാം. അത് നമ്മുടെ സൊസൈറ്റി തന്നെ ബിൽഡ് ചെയ്തൊരു കാര്യം. നമ്മളെ തോൽവികളെ ആഘോഷിക്കുന്നുണ്ടോ എവിടെയെങ്കിലും? അല്ലെങ്കിൽ സ്കൂളുകളിൽ തന്നെ ഇതായിട്ട് ക്രിറ്റിസൈസായിട്ട് പറയുന്നില്ല, നമ്മൾ ഒരിടത്തും തോൽവികളിൽ നിന്ന് എങ്ങനെ മുമ്പിലേക്ക് വരണമെന്ന് ആരും പഠിപ്പിക്കുന്നില്ല. സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും. പക്ഷേ തോറ്റ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലുത്, അല്ലേ? പലതവണ തോറ്റ ആൾക്കാരാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ തോൽവികളെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം. ഒരു തവണ തോറ്റാലും കുഴപ്പമില്ല, അടുത്തും പറ്റുമെന്നുള്ള ചിന്തയാണ് വരേണ്ടത്. 2 തവണ തോറ്റു കഴിഞ്ഞാൽ ഈ 2 തവണ തോറ്റത് എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണ് വരേണ്ടത്. അതാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാനും ഇതേ സെയിം ഇഷ്യൂ അനുഭവിച്ചാണ്. ആദ്യം തോറ്റു, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മോശമാണ്, വീട്ടിൽ അച്ഛൻ പിന്നെയും കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അവരെ അവരെ ജോലിക്ക് വിടുന്നത് മോശമാണ്. പല ആൾക്കാർ എന്നോട് ചോദിച്ചു. അറ്റ് ദ സെയിം ടൈം എനിക്ക് PSC ജോലി ഇട്ടിട്ട് ഞാൻ പോയതുമില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആസ്പിറേഷൻ എപ്പോഴും നമ്മുടെ മനസ്സിലാണ്. അത് ചിലപ്പോൾ സൊസൈറ്റിക്ക് അറിയണമെന്നില്ല. അപ്പോൾ ആ ആസ്പിറേഷൻ ഇതാണ് എന്ന് സൊസൈറ്റിയെ ബോധിപ്പിക്കേണ്ട ആ ഒരു ബാധ്യത നമുക്കില്ല. നമ്മളിനി ബോധിപ്പിച്ചാലും തന്നെ സൊസൈറ്റി പല രീതിയിലാണ് എടുക്കുന്നത്. നിങ്ങളിപ്പോൾ നല്ലത് പറഞ്ഞാലും കുറച്ച് ആൾക്കാർ നിങ്ങളെ തെളിവിക്കും. എന്തിനാണ് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്? നമ്മളെപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ മൈൻഡിനോടും നമ്മുടെ മനസാക്ഷിയോടുമാണ്. ഞാൻ അത്രയാണ് എപ്പോഴും ചിന്തിക്കുന്നത്. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും എന്ത് ശരി ചെയ്താലും നമ്മളോടും ആൻസർ പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് ഫോക്കസ് ചെയ്യുക. നമ്മുടെ ആസ്പിറേഷൻ വലുതാണെന്ന് ചിലപ്പോൾ സൊസൈറ്റിക്ക് അറിയത്തില്ല. അത് മനസ്സിലാക്കാതെ പറയുന്നതാണെന്ന് മനസ്സിലായാൽ പോരെ? അവർക്കറിയത്തില്ല. അവർ വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു ജോലി കിട്ടുക എന്നുള്ളതായിരിക്കും നമ്മുടെ ആസ്പിറേഷൻ. പക്ഷേ നമ്മുടെ ആസ്പിറേഷൻ അതല്ല. എന്നോട് ജോലി കിട്ടിയിട്ട് പോകായിരുന്നപ്പോൾ എനിക്ക് മെൻ്റലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാർ. പിന്നെ സൊസൈറ്റി ഫാമിലിക്ക് പ്രഷർ കൊടുക്കും. ഇവന് ജോലിയൊന്നും കിട്ടിയിട്ട് പോകുന്നില്ല, നിങ്ങൾ ജോലിക്ക് വിടുന്നുണ്ടല്ലോ, എന്താ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ മനസ്സിലാക്കേണ്ടത് പാരൻസിനാണ് ഞാൻ പറയുന്നത്. മക്കളുടെ ആസ്പിറേഷൻസ് അവർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ നിന്നല്ലാതെ സൊസൈറ്റിയിൽ നിന്ന് പ്രഷർ ഉണ്ടാക്കിയപ്പോഴും അവർക്കറിയാം എൻ്റെ ആസ്പിറേഷൻ വളരെ ഹൈ ആണ്, അത് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നതാണെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു മകനോ മകളോ അവരുടെ ആസ്പിറേഷന് വേണ്ടിയിട്ട് മാക്സിമം ഡെഡിക്കേഷനോടുകൂടി വർക്ക് ചെയ്യുമ്പോൾ എല്ലാ പ്രഷറും അവർ ഹോൾഡ് ചെയ്യുക. സൊസൈറ്റിയോട് പറയുക, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അവൻ എയിം ചെയ്യുന്നത് അല്ലെങ്കിൽ അവൻ്റെ ആസ്പിറേഷൻ വളരെ വലുതാണ്, അതിനുവേണ്ടി അവൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാതെ വരും. അത് റിസൾട്ട് നമ്മൾ നോക്കുന്നില്ല. പക്ഷേ ആ ആസ്പിറേഷന് വേണ്ടി ശ്രമിക്കുന്നൊരു മൈൻഡില്ലേ, അതെ, ആ മൈൻഡിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പാരൻസ് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം ഇപ്പോൾ ഞാൻ പറയാം, നമ്മളിപ്പോൾ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ കുറേ ജോലി കിട്ടി, ജോയിൻ ചെയ്തില്ല. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഫാമിലി പ്രഷർ കാരണമോ അല്ലെങ്കിൽ സൊസൈറ്റി പ്രഷർ കാരണമോ ഞാൻ ജോയിൻ ചെയ്തെന്ന് വിചാരിക്കാം. ഒരു ജോലിയിൽ ഞാൻ കയറും, ആ ജോലിയുടെ ഡിഗ്നിറ്റി ഉണ്ട്. പക്ഷേ എൻ്റെ ലിമിറ്റഡ് അല്ലേ സ്കോപ്പ്. എനിക്ക് ഇപ്പോൾ കേസിൽ വന്ന് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം എവിഡൻ്റ് ആയിട്ട് വളരെ ഷോർട്ട് ടൈമിൽ ഒന്നും ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. എൻ്റെ പൊട്ടൻഷ്യലോ എബിലിറ്റിയോ വെച്ച് ചിലപ്പോൾ എനിക്ക് അതിനേക്കാളും മുകളിലെത്താൻ പറ്റുമായിരുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ടാവും. ആ ഗിൽട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മാറത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതെ, സൊസൈറ്റി ഇതേ പറയും. നമ്മളിപ്പോൾ IAS ആയാലും KS ആയാലും നമ്മൾ ചെയ്താലും അതിന് 2 വശം കാണും. അത് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക. നമ്മളെപ്പോഴും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക. നമ്മുടെ ആസ്പിറേഷൻ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമ്മൾ ഡിറ്റർമിൻഡ് ആയിരിക്കണം. നമുക്കതിലെത്തണം എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വേണം. വേറെ എല്ലാം മാറ്റി വെച്ച് പ്രയോറിറ്റി അതിലേക്ക് കൊണ്ടുവരിക. നമുക്കത് ആസ്പിറേഷൻ ഉണ്ട്, പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യത്തില്ല, 100% വർക്ക് ചെയ്യത്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ 100% വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ 5-6 തവണ തോറ്റതാണ്. കാരണം ജീവിതത്തിൽ ഒരിടത്തും പരീക്ഷയ്ക്ക് തോറ്റിട്ടില്ല. അതിനുശേഷം ഒരു 4-5 തവണ വലിയൊരു എക്സാം വഴി തോറ്റു. ഞാനതിൽ നിന്ന് റിയലൈസ് ചെയ്തെന്താ, ഞാൻ റിയലൈസ് ചെയ്തത് വളരെ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയല്ല ഞാൻ എയിം ചെയ്യുന്നത്, വലിയ കാര്യത്തിനാണ്. ഇനി അത് തന്നെ ആലോചിച്ച് നോക്കുക. സിവിൽ സർവീസിന് 10 മാർക്കിന് സർവീസ് പോയി, ഇപ്പോൾ എനിക്ക് KS കിട്ടിയില്ലേ? 10 വർഷം അല്ലെങ്കിൽ 8 വർഷം കഴിയുമ്പോൾ IAS കിട്ടി കേരള കേഡറിലിരുന്നൂടെ? ഇതല്ലേ എല്ലാവരും എയിം ചെയ്യുന്നത്. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഇപ്പം സിവിൽ സർവീസ് കിട്ടാതെ ഞാൻ നിർത്തിപ്പോയിരുന്നെങ്കിലോ, ഇല്ലെങ്കിൽ ഇതിന് ഇടയ്ക്ക് എനിക്ക് മുമ്പ് കിട്ടിയ ഏതെങ്കിലും ജോലിക്ക് ഞാൻ കയറിയിരുന്നെങ്കിലും എനിക്കിവിടെ എത്താൻ പറ്റത്തില്ല. അപ്പോഴും ആ ജോലിയിൽ ഞാൻ തുടരുമെങ്കിലും എൻ്റെ മനസ്സിലെപ്പോഴും ആ ഗിൽട്ട് ഫീല് സൊസൈറ്റിക്ക് അത് മനസ്സിലാകത്തില്ലല്ലോ, നമുക്കത് മനസ്സിലാവും. നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മുടെ ഗിൽട്ട് ഇങ്ങനെ കൊണ്ടു നടക്കും. നമ്മൾ ആ ഗിൽട്ടിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ആ ഗിൽട്ട് വരാതിരിക്കണമെങ്കിൽ നമ്മളുടെ ഇഷ്ടം എന്താണോ അത് നമ്മൾ ചെയ്യുക. നമ്മൾ അതാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക. നമുക്ക് കുറേ അവസരങ്ങളുണ്ടല്ലോ, ആ അവസരം ഫുൾ നമ്മൾ ഉപയോഗിക്കുക. അവസരം ഉപയോഗിക്കാതിരുന്നിട്ട് എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ എനിക്കത് പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുന്നതിനല്ല ശരി. ആ അവസരം നമ്മൾ ഉപയോഗിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന കഴിവ് മാക്സിമം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. ഇനി നമ്മളെല്ലാം ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഓക്കെ,
ഇറ്റ്സ് ഓക്കെ. പക്ഷേ നമുക്കൊരു ഗിൽട്ട് ഫീൽ തോന്നത്തില്ല, കാരണം നമ്മളതിനുവേണ്ടി മാക്സിമം പ്രിപ്പയർ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഉറപ്പാണ് അത്രയും ഡെഡിക്കേഷനോടുകൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് സക്സസ് ആവാൻ പറ്റുമെന്നുള്ളതാണ്. IAS കിട്ടണമെന്നല്ലല്ലോ, IAS കിട്ടില്ലെങ്കിൽ KAS കിട്ടും, KAS കിട്ടിയാൽ IAS പോകാം. ഇനി KAS കിട്ടില്ലെങ്കിൽ സെക്രട്ടറി അസിസ്റ്റൻ്റ് ആവാം, അതിലും ഹൈ ആയിട്ട് കയറി നമുക്ക് അഡീഷണൽ സെക്രട്ടറി വരെ ആവാം. അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റേതായതുണ്ട്. പക്ഷേ നമ്മുടെ ആസ്പിറേഷൻ വലുതാണെങ്കിൽ അതിൻ്റെ അടുത്ത് വരെ എത്താൻ നമുക്ക് ഉറപ്പായിട്ടും പറ്റുമെന്നുള്ളതാണ്. അതിനകത്തൊരു ഡൗട്ടും എനിക്കിതുവരെ തോന്നിയിട്ടില്ല.